എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെയും ശങ്കറിന്റെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ആദർശിനെ കാണാതെ പോവുകയാണ്. അപ്പം ആദർശിനെ കാണാതെ പോവും. അതോടൊപ്പം തന്നെ ഗൗരിയും ധ്രുവൻ നേർക്ക് നേർ കാണുകയാണ്. ധ്രുവനെ കണ്ടു കഴിഞ്ഞപ്പോ ഗൗരി അലറി കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ധ്രുവൻ മരിച്ചു പോയതാ വിചാരിച്ചിരുന്നത്. പക്ഷെ മരിച്ചിട്ടില്ലെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയുടെ സമനില തെറ്റിയ പോലെ പിന്നീട് ഗൗരി പെരുമാറുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം കണ്ടത് ഒരു വലിയ പാറക്കെട്ടിന് മുകളില് ശങ്കർ നിൽക്കുമായിരുന്നു. ഈ സമയത്ത് ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ശങ്കറിനെ കാണുന്നില്ല. അപ്പം ഗൗരി ഓർത്തു, ദൈവമേ ശങ്കർ താഴേക്കങ്ങ് വീണോ, പാറക്കെട്ടിന് മുകളിൽ താഴേക്ക് വീണോ, അയ്യോ എന്നൊരു സൗണ്ട് കേട്ടായിരുന്നു. ഗൗരി പേടിച്ച് അലറി കറിഞ്ഞുകൊണ്ട് ശങ്കറേന്ന് വിളിച്ച് അങ്ങോട്ട് വരുവാണ്. പക്ഷെ ശങ്കർ എന്ത് ചെയ്യണം, അത് പതുക്കെ മറിഞ്ഞിരിക്കുകയോ ചെയ്ത്. ഗൗരിക്ക് പിന്നീട് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. പിന്നീട് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ശങ്കറോടൊന്ന് വഴക്കടിക്കുന്നൊക്കെ ഉണ്ട്. ശങ്കർ പറഞ്ഞു, ഞാൻ വെറുതെ ഒന്ന് പറ്റിച്ചല്ലേ മോളെ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗൗരിക്ക് സഹിച്ചില്ല. ഗൗരി ശങ്കരൻ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാണ്. ഇനി ഇതുപോലത്തെ തമാശകളൊന്നും കാണിക്കരുത് കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഈ സമയത്താണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആദർശ്. ഇവിടെ രഞ്ജു വന്നിട്ടുണ്ട്, അവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ വേണിക്ക് സംശയം തോന്നും. ഇന്ന് തന്നെ അവൾ ആ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ആദർശമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകെ സംശയങ്ങളൊക്കെ ആയിരുന്നു. വേണി ഒരു വിധത്തിൽ പറഞ്ഞ് അവളെ ഒന്ന് മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. ഇനി അവൾ എന്തെങ്കിലും വന്ന് പറയുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണിയുടെ കൺമുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു ചോദിക്കും. അതൊരു കാരണവശാലും പാടില്ല. അവൾ ഈ വീട്ടിൽ നിന്നല്ല ഇവിടുന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് ഓർത്തോണ്ട് ആദർശിരിക്കുക. പക്ഷെ അതിന് എന്താ ഒരു വഴി, വേണിനെ ഇവിടെ നിന്ന് മാറ്റണം. പിന്നീട് ആദർശ് പറഞ്ഞു, അതെ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയണം. എങ്ങോട്ടാന്ന് ചോദിക്കണം. അങ്ങനെ വേണിനെ നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്താക്കിയിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ആദർശം അങ്ങോട്ട് പോവാണ്. ആദർശ് പോയത് ലഞ്ചുവിനെ തപ്പിയാണ് പോയത്. അവൾ എവിടെയെങ്കിലും ഉണ്ടേ നോക്കണം, അവളെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിടണം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജുവിനെ കാണുവാണ്. രഞ്ജു അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശം അങ്ങോട്ട് ചെല്ലുക. ആദർശം എന്നിട്ട് പറഞ്ഞു, രഞ്ജു നീ എന്ത് പരിപാടിയെ കാണിച്ചേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ്. അത് പിന്നെ എനിക്ക് ആദർശനെ കാണാതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ശിവരഞ്ജനെ പിന്തുടർന്ന് അങ്ങോട്ട് ധ്രുവനും വരുന്നുണ്ടായിരുന്നു. ധ്രുവൻ ഒരു പാറക്കെട്ടിലൂടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ശിവരഞ്ജനെയും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടതും സഹിച്ചില്ല ധ്രുവന്. തൻ്റെ പെണ്ണാണ് അവള് തന്നോട് കുറെ ഉടക്കുണ്ടാക്കി ഇപ്പൊ തന്നെ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ആദർശനോട് അവൾക്ക് ഇഷ്ടമാണെന്ന് തോന്നേ, അവർ തമ്മിൽ ലൈനാന്ന് തോന്നേ, പ്രണയം. അങ്ങനെയാണ് ഒരു കാരണവശാൽ ആദർശനെ വെറുതെ വിടല്. ഈ കാഴ്ച കണ്ടപ്പോൾ ധ്രുവന് സഹിച്ചില്ല. അവർ രണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ. പെട്ടെന്ന് ധ്രുവൻ അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. അവരെന്താ സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ആദർശന്റെ അടുത്തേക്ക് രഞ്ജു വന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ ഞാൻ എന്താണെങ്കിലും പോവില്ല, എനിക്ക് ആദർശനെ കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഒപ്പം വേണിയുണ്ട്, അവൾ എൻ്റെ ഭാര്യയാണ്, അവൾ ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി നീയായിട്ട് ഇതൊന്നും അവളെ അറിയിക്കാൻ പോരുത്. ദൈവത്തെ ഓർത്ത് ഞാൻ കാല് പിടിക്കാം, ഇവിടെ നിന്ന് പോയി തരണമെന്ന് പറയാം. അതെങ്ങനെ ആദർശേട്ടാ ശരിയാവുന്നേ? ഞാൻ ആദർശനോട് ചോദിച്ചില്ല എങ്ങോട്ടാ വരണേന്ന്. ആദർശനോട് ഒരു മറുപടി പോലും പറഞ്ഞില്ലോ. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എങ്ങോട്ട് വന്നേ. ഇനിയിപ്പോൾ എന്നോട് പോകാൻ മാത്രം പറയരുത്, ഞാൻ പോകത്തില്ല എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജു, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് പറയണം, ഇല്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഇനിയിപ്പം ഞാൻ പോകണമെങ്കിൽ ഒരു കാര്യമാണ് തരാം. എന്ത് കാര്യമാണെന്ന് ചോദിക്കണം. പെട്ടെന്ന് ആദർശം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നത്. ആദർശിന്റെ കഴുത്തിങ്ങ് താഴേക്ക് പിടിച്ച് കുരിച്ചു നിർത്തിയിട്ട് ആ കഴുത്തെ ചുറ്റി പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ് ആ നെറ്റിയിലേക്ക് ശിവരഞ്ജിനി. ഇത് അപ്രതീക്ഷിതമായി നടന്നൊരു കാര്യമായിരുന്നു. ആദർശം ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. ഇത് കണ്ടുകൊണ്ട് ധ്രുവന്റെ പാടെ അവിടെ ഇപ്പുണ്ടായിരുന്നു. ധ്രുവന് സഹിച്ചില്ലത്. ഇങ്ങനൊരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്രുവന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. തൻ്റെ പെണ്ണാണ് അവള് വേറെ തന്നെ ഉമ്മ വെക്കുന്ന കണ്ടുകഴിയുമ്പോഴത്തെ ധ്രുവന് പിന്നെ സമനില തെറ്റിയൊരു അവസ്ഥയായിപ്പോയി. ഇതിന് ശേഷം ശിവരഞ്ജിനി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നിമിഷം ആദർശം അങ്ങോട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്ന വേണിയാണ് കുറെ സമയമായിട്ട് ആദർശനെ കാണുന്നില്ല. ആദർശൻ ഇത് ഇങ്ങോട്ട് പോയി, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയതാണല്ലോ എന്നോർത്ത് അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കണ്ടില്ല. അവസാനം അതിലൂടെ എല്ലാം വിളിച്ചു നടക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. രാത്രിയിലും ഇങ്ങനെ വിളിച്ച് ആദർശേട്ടൻ വന്ന് നടക്കുവാണ്. പിന്നീട് വേണി ഗൗരിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയണം. കുറെ സമയമായിട്ടും കാണുന്നില്ല. പക്ഷെ ആദർശിനെ അവിടുന്ന് ഇല്ലാതാക്കാനായിട്ട് ധ്രുവന്റെ കൂട്ടാളികളും തീരുമാനിച്ചിരുന്നു. ഈ കാഴ്ചകളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആദർശിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അല്ല, ഇടയ്ക്കിടയ്ക്ക് പേരുകൾ മാറിപ്പോട്ടെ. ധ്രുവന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ധ്രുവൻ നേരെ ആദർശിന്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് അവനെ കീഴ്പ്പെടുത്തുകയാണ്. കൈയും കാലും എല്ലാം ബന്ധിച്ച് അവനെ കയറ്റിക്കൊണ്ട് പോവാണ്. ആദർശനൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനിപ്പുറം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. ആദർശം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ അവിടെ നടന്നത്. ഈ സമയത്ത് ആദർശിനെ കാണാതെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അവർ നേരെ എന്ത് ചെയ്യുവാണ്,
തിരിച്ചങ്ങോട്ട് തന്നെ വരുവാണ്. അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ അവർക്ക് പരസ്പരം ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണം എങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലേക്കൊന്നും വിളിച്ചു പറയണമെന്നുണ്ട്. ശങ്കർ പറഞ്ഞു, എന്ത് ചെയ്യും ഗൗരി, ആദർശില്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമല്ലോ എന്ന്. അങ്ങനെ ഗൗരി എന്ത് ചെയ്യുവാണ്, ഞാൻ ഒന്നുകൂടെ ആദർശൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ്. ആ ഇറങ്ങുന്ന സമയത്താണ് ആ കോറിഡോറിൽ വെച്ചിട്ട് ആ കാഴ്ച കാണും, ധ്രുവനെ കാണുന്നത്. ധ്രുവനെ കണ്ടതും ഗൗരി ഒരു നിമിഷം അന്തം വിട്ടെന്ന് നോക്കി. ധ്രുവൻ തന്നെയാണെന്ന്, ശരിക്കും ധ്രുവൻ തന്നെയാണ്. ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു നിന്നിട്ട് അലറി വിളിച്ചുകൊണ്ട് ഗൗരി ഓടുവാണ് അവിടുന്ന്. അപ്പൊ ധ്രുവനെ കണ്ടു ഗൗരിക്ക് മനസ്സിലായി ധ്രുവനാന്ന്. ഒരു നിമിഷം ഗൗരി ഓർത്ത് ഇനിയും വല്ല പ്രേതോ പിശാചോ അങ്ങനെ എന്തെങ്കിലും വല്ലതാണോ. അപ്പം ധ്രുവൻ മരിച്ചിട്ടില്ലെന്നുള്ള സൗത്യം ഗൗരി അറിയുവാണ്. ഗൗരി ഒരു മുറിയിലേക്ക് ചെന്നങ്ങോട്ട് വീഴുവാണ് ചെയ്തത്. എന്താ സംഭവിച്ചെന്ന് ശങ്കറിന് ആർക്കും മനസ്സിലായില്ല. ശങ്കറിനും എനിക്കൊന്നും മനസ്സിലായി. ഗൗരി എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഗൗരിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് ധ്രുവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ശങ്കറിന് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഗൗരി പറയുന്നത് ഞാൻ ധ്രുവനെ കണ്ടെന്നൊക്കെ. ഇത് കേട്ടതും ശങ്കർ ഒരു നിമിഷം അന്തം വിട്ടുപോവാണ്. ധ്രുവൻ മരിച്ചുപോയി, പിന്നെ എങ്ങനെ ധ്രുവൻ ഇവിടെ വന്നെന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നു. ഇനിയിപ്പോൾ ധ്രുവനും ശങ്കറും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദർശന് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ. ആദർശനെ ഒന്നും ഇല്ലാതാക്കാനൊന്നും ധ്രുവന് പറ്റില്ല. അതിനു മുമ്പ് ആദർശ് എങ്ങനെയും രക്ഷപ്പെടും, അല്ലെങ്കിൽ ശങ്കർ വരെ രക്ഷിച്ചുകൊണ്ട് വരും. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.